മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കും. 100 ദിവസത്തെ കർമ്മ പദ്ധതി സാക്ഷാത്കരിക്കാൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണമെന്നാണ് മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ നിർദ്ദേശം. കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്ന് തന്നെ ചുമതല ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ആർ അച്യുതൻ വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അച്യുതൻ, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ ചുമതലകളൊക്കെ ഇന്നലെ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഇനി അടുത്ത നടപടി എന്നുള്ളത് ഈ ചുമതല ഏൽക്കുക എന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വകുപ്പുകളായി കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ തന്നെ ചുമതല ഏറ്റെടുക്കണം. 100 ദിവസത്തെ കർമ്മ പദ്ധതി അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതിന്റെ ഭാഗമായി നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ഉടൻ തന്നെ ഈ ചുമതല ഏൽക്കാൻ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർബാനന്ദ സോനോവാൾ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം തുറമുഖ വകുപ്പിൽ ചുമതല ഏൽക്കുകയാണ് ഉണ്ടായത്. ഇന്ന് മറ്റു മന്ത്രിമാർ ചുമതല ഏൽക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ആദ്യം ക്യാബിനറ്റ് പദവിയിലുള്ളവർ ചുമതലയേൽക്കും. അതിനുശേഷമായിരിക്കും അവർക്ക് കീഴിൽ വരുന്ന സഹമന്ത്രിമാർ ചുമതലയേൽക്കുക. കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്നും ചുമതലയേൽക്കാനാണ് സാധ്യത. കാരണം ജോർജ് കുര്യനോട് ഇന്നലെ സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അറിയിച്ചത് സാധ്യത ഇന്ന് തന്നെ ചുമതല എടുക്കുമെന്നുള്ളതാണ്. മറിച്ച് സുരേഷ് ഗോപി ആകട്ടെ ചുമതലയേറ്റതിനു ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു അദ്ദേഹവും അറിയിച്ചത്. എന്തായാലും ഇന്ന് അതിന്റെ സാധ്യതകൾ കാണുകയാണ്. കൂടുതൽ മന്ത്രിമാരും ഇന്ന് തന്നെ ചുമതല ഏൽക്കുമെന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അപ്പോഴും ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ഈ അതൃപ്തികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിനും NCP അജിത് പവാർ പക്ഷത്തിനും ഇപ്പോഴും ഈ കൃത്യമായ പരിഗണന ലഭിച്ചില്ല എന്നുള്ള ഒരു അതൃപ്തി നിലനിൽക്കുന്നു. കാരണം ഇവർക്ക് 2 വിഭാഗത്തിനും ക്യാബിനറ്റ് പദവി ലഭിച്ചിട്ടില്ല. ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന് 7 സീറ്റുകളാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് കാര്യമായി പരിഗണന ലഭിച്ചില്ല എന്നുള്ള ഒരു അഭിപ്രായം അവരുടെ ക്യാമ്പുകൾ ഉയർത്തുന്നു. അജിത് പവാർ ആവട്ടെ സഹമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും അത് നിരസിക്കുകയാണ് ചെയ്തത്. മറിച്ച് വരുന്ന ദിവസങ്ങളിൽ അത് കാണാം എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതുകൊണ്ട് അത്തരം അതൃപ്തികൾ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു. മറ്റൊന്ന്, ഇനി ഏറ്റവും നിർണായകം ഇതുകൊണ്ട് പൂർത്തിയാകുന്നില്ല. അടുത്ത ഈ സ്പീക്കർ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരുമെന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത്. കാരണം ഇതിന് TDPയും JDയും തുടക്കത്തിൽ തന്നെ ചരടുവലികൾ ഇതിനുവേണ്ടി നടത്തിയിരുന്നു. സ്പീക്കർ സ്ഥാനം അവർക്ക് നൽകണമെന്നൊരു വാദം മുന്നോട്ട് വച്ചു. പക്ഷെ അതിലിപ്പോഴും തീരുമാനമായിട്ടില്ല. 71 അംഗങ്ങളുള്ള മന്ത്രിസഭ രൂപീകരിച്ചെങ്കിലും അടുത്ത ഏറ്റവും നിർണായകമാവുന്ന ഒരു പദവിയാണ് സ്പീക്കർ പദവി. കാരണം കൂറുമാറ്റമായിരുന്നാലും ഒരു MPയെ അയോഗ്യരാക്കണമെങ്കിലും അതിന് സുപ്രധാനമായിട്ടുള്ള ആ ഒരു പവർ ഉള്ളത് സ്പീക്കർക്കാണ്. അതുകൊണ്ട് തന്നെ ആ പദവി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ. നിലവിൽ ഈ MPമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ പ്രോടൈം സ്പീക്കറായിരിക്കും കാര്യങ്ങൾ നോക്കുക. ആ പ്രോടൈം സ്പീക്കറിനെ രാഷ്ട്രപതിയായിരിക്കും തീരുമാനിക്കുക. അതിനുശേഷം MPമാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമായിരിക്കും സ്പീക്കറെ കേവല ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ആരെ കൊണ്ടുവരുമെന്നുള്ളതാണ് കാണേണ്ടത്. ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണെങ്കിൽ പുറത്തുനിന്ന് TDPയുടെയോ JDയുടെയോ ഒരാളായിരിക്കും സ്പീക്കർ സ്ഥാനത്തേക്ക് വരിക. പക്ഷെ അതെല്ലാം ഇനി നിർണായക ഘട്ടത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഈ ജൂൺ 18-ന് ആദ്യ സമ്മേളനം ചേരുമെന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ സമയം അത് പാർട്ടിക്ക് BJPക്ക് ഒരു തീരുമാനമെടുക്കാൻ വലിയ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഈ ചുരുങ്ങിയ സമയത്തിൽ തന്നെ കാലയളവിൽ തന്നെ അതിലേക്കൊരു തീരുമാനത്തിൽ കൂടി എത്തേണ്ടതുണ്ട്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം TDPയും JDയും ഉയർത്തുന്നുണ്ട്. പണ്ട് ബാലയോഗി അടക്കം സ്പീക്കറാക്കിയ സാഹചര്യങ്ങൾ TDP ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്തായാലും അതിലൊരു അന്തിമ തീരുമാനം കൂടെ വരാനുണ്ട്. അതിനിടയിലാണ് എന്തായാലും മന്ത്രിമാർ ഇന്ന് ചുമതല ഏൽക്കുമെന്നുള്ളത് കൂടി നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു ആർ അച്യുതൻ. നൗഫൽ KT പറയുന്നു, ഞാൻ ഈ സുഭാഷിതമായി പറഞ്ഞ കാര്യത്തിൽ SK അത് ജീവിതത്തിൽ കാണിക്കുന്നല്ലോ എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാൻ നൗഫൽ? ഈ വാക്കും പ്രവൃത്തിയും കൂട്ടിയോജിപ്പിക്കാനാണ് എപ്പോഴും ഞാൻ ശ്രമിക്കുന്നത്. പറയുന്നത് തന്നെ പ്രവർത്തിക്കാൻ കഴിയുക, പ്രവർത്തിക്കുന്നത് തന്നെ പറയാൻ കഴിയുക. ചിലപ്പോഴൊക്കെ മനുഷ്യനായതുകൊണ്ട് കഴിയുന്നില്ല, എന്നാൽ എപ്പോഴും അതിന് ശ്രമിക്കണം എന്നാണ് എൻ്റെ പക്ഷം. സജി മാങ്കോട് പറയുന്നു, ഗുഡ് മോർണിംഗ് SK. ഗുഡ് മോർണിംഗ് മാങ്കോടെ. പണ്ട് കോഴി കൂവുമ്പോഴായിരുന്നു അധികം മലയാളികളും ഉണർന്നെഴുന്നേറ്റിരുന്നത്. എന്നാലിപ്പോൾ കുറച്ച് വർഷങ്ങളായി SKൻ്റെ ശബ്ദം കേട്ടാണ് ഉണരുന്നത്. SK കൂവിയിട്ടാണ് ഉണരുന്നത് എന്ന് പറയാത്തത് എൻ്റെ ഭാഗ്യം.